നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ കുറിച്ചാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൂഫ് ടെക്നിക്കാണ്. സാധാരണ ഇതിൽ ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് നിങ്ങൾക്കറിയാം n×n+1/2. അപ്പം അത് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n×n+1/2 n ബിലോങ്സ് ടു n. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് നിങ്ങൾ പ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പം ഇത് n ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ n ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിന് പ്രൂഫ് കൊടുക്കാൻ പറ്റിയ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങളുടെ ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് റിയൽ അനാലിസിസിലും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂഫ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിനുവേണ്ടി നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എല്ലാ നോൺ എംപ്റ്റി ആയിട്ടുള്ള സബ്സെറ്റ്സിനും ഒരു ലീസ്റ്റ് എലമെന്റ് എന്തായാലും ഉണ്ടാവും. അതായത് എന്നിന്റെ ഏത് സബ്സെറ്റ് എങ്ങനത്തെ നോൺ എംപ്റ്റി ആയിരിക്കണം. ഇങ്ങനെയുള്ള ഏത് സബ്സെറ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ എസിന് ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാകും. ലീസ്റ്റ് എലമെന്റ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, there exists an m belongs to s such that ഈ m ലീസ്റ്റ് എലമെന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം, എസിലുള്ള മറ്റെല്ലാ എലമെന്റ്സ് k എടുത്തിട്ടുണ്ടെങ്കിലും m is less than or equal to k ആയിരിക്കണം. is m less than or equal to k for every k belongs to s. ഇതാണ് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പറയുന്നത്. അതായത് ഫോർ if s is a non-empty subset of n, then there exists an m in s such that m less than or equal to k for every k belongs to s. അതായത് എസിനൊരു ലീസ്റ്റ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ശരിക്കുള്ള പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ല നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എന്നിന്റെ ടേംസിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ഒരു ജസ്റ്റ് ഒരു വേറൊരു വേർഷനാണ് പറയുന്നത്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേലേക്ക് പോകാൻ എളുപ്പമുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇത് ആക്ച്വൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ല, എന്നിന്റെ സബ്സെറ്റ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ഒരു വേർഷൻ മാത്രമാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഒരു എന്നിന്റെ ഒരു സബ്സെറ്റ് സേ എസ്, അതിന് രണ്ട് പ്രോപ്പർട്ടീസ് അത് പൊസസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന നമ്പർ എസിലുണ്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസിൽ ഏത് കേക്കും, ഇപ്പം അല്ല അങ്ങനെയല്ല, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഏത് കെ എടുത്താലും ഇഫ് കെ ബിലോങ്സ് ടു എസ്, ആ കെ എസിൽ ഉണ്ടെങ്കിൽ ദെൻ k+1 ബിലോങ്സ് ടു എസ്. ഇതാണ് രണ്ടാമത്തെ നമ്മുടെ സബ്സെറ്റ് പൊസസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. അതായത് ഈ പ്രോപ്പർട്ടി പറയുന്നത് കെ ഉണ്ടെങ്കിൽ k+1 ഉണ്ടാവും. k belongs to s implies k+1 belongs to s. അല്ലാതെ നാച്ചുറൽ നമ്പേഴ്സിലുള്ള എല്ലാ കെയും എസിൽ ഉണ്ടാവണം എന്നൊന്നും പറയുന്നില്ല. നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു കെ എസിൽ ഉണ്ടെങ്കിൽ, ഈഫിന് അവിടെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുണ്ടെങ്കിൽ k+1 എസിൽ ഉണ്ടാകും. അതാണ്. പിന്നെ 1 എസിലുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ എസ് പൊസസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ഇങ്ങനെ ഈ രണ്ട് പ്രോപ്പർട്ടീസും എസ് പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം ഈ എസ് n തന്നെയാണ്.
ഈ സെറ്റ് n തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഈ പ്രൂഫിന് ഞാൻ യൂസ് ചെയ്യുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്യും, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ട കാര്യം അതിൻ്റെ നെഗേഷൻ അസ്യൂം ചെയ്യും. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും, മീൻസ് ഒരു തെറ്റായിട്ടുള്ള കാര്യം കിട്ടും. അപ്പം നമ്മൾ പറയും ആ കോൺട്രഡിക്ഷന് കാരണം നമ്മുടെ ഫസ്റ്റ് അസംപ്ഷൻ ആണെന്നും, അതുകൊണ്ട് അസംപ്ഷൻ നമ്മൾ നടത്തിയ അസംപ്ഷൻ തെറ്റാണെന്നും, അതുകൊണ്ട് നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് ആ കാര്യം ശരിയാണെന്നും നമുക്ക് കിട്ടും. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ തന്നിരിക്കുന്ന കാര്യം എസ് ഈ രണ്ട് പ്രോപ്പർട്ടീസും പൊസസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് n ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാര്യം തെറ്റാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും എസ് നോട്ട് ഈക്വൽ ടു n അസ്യൂം ചെയ്യും. ഇത് എസ് എന്നിൻ്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെന്ന് അറിയാം, കാരണം 1 എസിലുണ്ട്, അതുകൊണ്ട് എസ് നോൺ എംപ്റ്റി ആണ്. എസ് നോട്ട് ഈക്വൽ ടു നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെ n ആണെങ്കിൽ ഇതിൻ്റെ അകത്തായിരിക്കും എസ് ഉണ്ടാകും. സോ എസിൻ്റെ കോംപ്ലിമെന്റ് നോൺ എംപ്റ്റി ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, n മൈനസ് എസ് ഈസ് നോൺ എംപ്റ്റി. സോ അതുപോലെ തന്നെ n മൈനസ് എസ് എന്നിൻ്റെ സബ്സെറ്റും ആയിരിക്കും. നമ്മൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്നിൻ്റെ ഏത് നോൺ എംപ്റ്റി സബ്സെറ്റിനും ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടായിരിക്കും. സോ ആ ലീസ്റ്റ് എലമെൻറ്റിനെ ഞാൻ എന്ന് വിളിക്കുന്നു. സോ നമുക്ക് എന്ത് പറയാം, ആ എം എവിടെ ഉണ്ടാവും, എം n മൈനസ് എസിലുണ്ടാകും. അത് n മൈനസ് എസിലെ ലീസ്റ്റ് എലമെൻ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹൈപ്പോത്തസിസ് പ്രകാരം നമുക്ക് എന്തറിയാം, 1 എസിലുണ്ട്. സോ 1 എസിലുണ്ടെങ്കിൽ അത് n മൈനസ് എസിലില്ല. അപ്പോൾ n മൈനസ് എസിലുള്ള ഈ എം ഒരിക്കലും 1 അല്ല. പിന്നെ ഇതിൽ എന്നിലെ ഏറ്റവും ലീസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ ആ 1 അല്ല എം എങ്കിൽ എമ്മിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം, എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓൾസോ അത് n മൈനസ് n എസിലായതുകൊണ്ട് ഈ എം മൈനസ് 1നെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം, എം നാച്ചുറൽ നമ്പർ ആണ്, എം 1 അല്ല. അതുകൊണ്ട് എം മൈനസ് 1 എന്തല്ല, എം മൈനസ് 1 എന്തായാലും 0 അല്ല. എം നാച്ചുറൽ നമ്പർ ആണ്, 1 n മൈനസ് എസിലില്ല. എം മൈനസ് അതുകൊണ്ട് എം 1 അല്ല, അതുകൊണ്ട് എം മൈനസ് 1 0 അല്ല എന്ന് ഉറപ്പിക്കാം. എം മൈനസ് 1 0 അല്ലെങ്കിൽ എം മൈനസ് 1 ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ദിസ് ബിലോങ്സ് ടു n ആയിരിക്കും. അതുപോലെ തന്നെ എം മൈനസ് 1 നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ എം മൈനസ് 1 എന്തായാലും ഇവിടെ നിന്ന് തന്നെ കിട്ടും, എം മൈനസ് 1 സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എം മൈനസ് 1 ഒരു നാച്ചുറൽ നമ്പറാണ്. എം മൈനസ് 1 എമ്മിനേക്കാളും ചെറുതാണെന്ന് പറയാം. എം മൈനസ് 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ എം ആണെന്ന് പറയാം. അതുപോലെ തന്നെ അത് എം n മൈനസ് എസിലെ ലീസ്റ്റ് എലമെൻ്റ് ആണെന്ന് പറയാം. അപ്പം അതിനേക്കാളും ചെറുതായിട്ടുള്ള എം മൈനസ് 1 എവിടെ വരില്ല, n മൈനസ് എസിൽ വരില്ല. n മൈനസ് എസിൽ വരാത്ത ഒരു എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എസിൽ വരും. അതുകൊണ്ട് എം മൈനസ് 1 എവിടെ വരും, എം മൈനസ് 1 എസിൽ വരും. ഇനി നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ സെക്കൻഡ് ഹൈപ്പോത്തസിസ് യൂസ് ചെയ്യണം. സെക്കൻഡ് ഹൈപ്പോത്തസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നാച്ചുറൽ നമ്പർ എടുത്തിട്ട് അത് എസിലുണ്ടെങ്കിൽ k+1 എസിലുണ്ടാവും. അപ്പോൾ ഇവിടെ m മൈനസ് 1 നാച്ചുറൽ നമ്പറാണ്, അത് എസിലുണ്ട്. അത് എസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അതിൻ്റെ +1 എവിടെ ഉണ്ടാവും, എസിലുണ്ടാവും. ബൈ ഹൈപ്പോത്തസിസ് 2.
So m minus 1 plus 1 minus 1 plus 1 0. So m belongs to S എന്ന് കിട്ടും. ഇത് കോൺട്രഡിക്ഷൻ ആണോ? എവിടെയാ കോൺട്രഡിക്ഷൻ? കാരണം m എന്ന് പറയുന്നത് n മൈനസ് എസിൽ ഉണ്ട് എന്നാണ് നിങ്ങൾ എടുത്തത്. n മൈനസ് എസിലെ ലീസ്റ്റ് എലമെന്റ് എന്നാണ് നിങ്ങൾ എടുത്തത്. ഇപ്പം നിങ്ങൾ പറയുന്നത് m belongs to S, which is a contradiction. എന്താണ് ഈ കോൺട്രഡിക്ഷൻ കാരണം? This contradiction is due to our assumption that S not equal to n. കാരണം എന്താണെന്ന് വെച്ചാൽ n മൈനസ് എസ് നോട്ട് ഈക്വൽ ടു 5 അല്ലെങ്കിൽ n മൈനസ് എസ് നോൺ എം ടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലീസ്റ്റ് എലമെന്റ് എടുക്കാൻ പറ്റിയത്. അപ്പം ഈ എം വരുന്നത് ഈ അസംഷൻ എന്നാണ്. ഇത് നോൺ എം ടി സബ്സെറ്റ് ആണ് എന്നുള്ള അസംഷൻ എന്നാണ് നമ്മുടെ ഈ എം വരുന്നത്. സോ അപ്പോൾ ഈ അസംഷൻ ആണ് പ്രശ്നം. ഈ അസംഷൻ വരുന്നത് എവിടുന്നാണ്? എസ് നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ഈ അസംഷൻ തെറ്റാണെന്ന് എടുത്തുകൊണ്ടാണ് നമുക്ക് കോൺട്രഡിക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഈ അസംഷൻ അതിൻ്റെ നെഗേഷൻ ആണ് ശരി. അതായത് എസ് ഈക്വൽ ടു എൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ എന്നിൻ്റെ സബ്സെറ്റ്സിൻ്റെ കേസിൽ വരുന്ന അതിൻ്റെ ടേംസിലുള്ള ആ തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അത് സാധാരണ ഗതിയിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യാറ്. ഇപ്പം പി ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു എന്നിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. സോ ഇത് ചിലപ്പം എന്നിൻ്റെ ചില വാല്യൂസിന് ശരിയായിരിക്കും, ബാക്കിയുള്ളതിനൊക്കെ തെറ്റാവും. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പം ഫസ്റ്റ് n ഈക്വൽ ടു 1 ശരിയായിരിക്കും, പിന്നെ അങ്ങോട്ടേക്കുള്ള എന്നൊക്കെ ഫോൾസ് ആയിരിക്കാം. അല്ലെങ്കിൽ n ഈക്വൽ ടു 1 തെറ്റായിരിക്കാം, പിന്നെ അങ്ങോട്ടേക്കുള്ള ശരിയായിരിക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് നമ്പേഴ്സിന് ശരിയായിരിക്കും, പിന്നെ ഉള്ളതിന് തെറ്റായിരിക്കും. അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് നമ്പേഴ്സിന് ഫോൾസ് ആയിട്ട് പിന്നെ അങ്ങോട്ടുള്ളത് ശരിയായിരിക്കും. ഇങ്ങനെ ഒരുപാട് കേസസ് വരും ഈ പി ഓഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് n സ്ക്വയർ ഈക്വൽ ടു n ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് n-ന് 1 കൊടുക്കുകയാണെങ്കിൽ 1 സ്ക്വയർ ഈക്വൽ ടു 1 ശരിയാണ്. പക്ഷേ 2 സ്ക്വയർ ഈക്വൽ ടു 2 ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ ഈക്വൽ ടു 3 ഇതൊക്കെ തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഈ കേസിൽ പി ഓഫ് 1 മാത്രമേ ട്രൂ ഉള്ളൂ. പക്ഷേ പി ഓഫ് 1 n is false for all n greater than or equal to 1. അപ്പോൾ ഇവിടെയൊന്നും സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കുക, n സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1. ഇവിടെ ഈ കേസിലാണെങ്കിൽ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ഗ്രേറ്റർ ദാൻ 1 ശരിയാണോ? തെറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 സ്ക്വയർ 4 ഗ്രേറ്റർ ദാൻ 1 ഇത് ശരിയാണ്. 3 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 അതൊക്കെ ശരിയാണ്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ P2 1ൻ്റെ കേസിൽ ഫോൾസ് ആണ്, ബാക്കി n ഗ്രേറ്റർ ദാൻ 1ൻ്റെ കേസിലൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഒരു ഫോർമുലേറ്റ് ചെയ്യാണ്. ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ഓഫ് എൻ എന്ന് പറയുന്നത് എന്നിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ ഈച്ച് n belongs to n. ഈ പി ഓഫ് എൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, n ഈക്വൽ ടു 1-ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കണം, അതായത് പി ഓഫ് 1 ഈസ് ട്രൂ. രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ നമ്പറിൽ ഏത് k എടുത്തിട്ടുണ്ടെങ്കിലും പി ഓഫ് k ട്രൂ ആണെന്ന് വിചാരിക്കുക. ഇഫ് പി ഓഫ് k ഈസ് ട്രൂ, ദെൻ അങ്ങനെയാണെങ്കിൽ പി ഓഫ് k പ്ലസ് 1 ട്രൂ ആയിരിക്കും. ഇങ്ങനെ ഈ രണ്ട് ഹൈപ്പോത്തസിസ് നമ്മൾ പി ഓഫ് എന്നെ കുറിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഈ പി ഓഫ് എൻ ട്രൂ ഫോർ ഓൾ n belongs to n ആയിരിക്കും. അപ്പോൾ ഈ കേസിലൊന്നും, ഈ പ്രോബ്ലത്തിൻ്റെ കേസിലൊന്നും ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇതിലും നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പറ്റില്ല, കാരണം P2 1 ഫോൾസ് ആണ്. സോ
ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ്, എന്നിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡാണ്. അപ്പോൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്യും P of 1 ട്രൂ ആണെന്ന്. അതിനുശേഷം ഇതിന് ഈ ഒരു കാര്യം, ഈ P of k is true, അതിനെ നമ്മൾ പറയുന്ന കാര്യം ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് എന്നാണ്. അപ്പം ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ ചെയ്യും. ഇത് നമ്മൾ സപ്പോസ് ചെയ്യും P of k ട്രൂ ആണെന്ന്. എന്നിട്ട് നമുക്ക് P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? P of n is true for all n belongs to n. അപ്പം നമ്മൾ ഇത് വെരിഫൈ ചെയ്യും P of 1 ട്രൂ ആണെന്ന്. എന്നിട്ട് P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇത് ഉപയോഗിച്ചിട്ട് P of k ട്രൂ ആണെന്ന് ഇത് ഉപയോഗിച്ചിട്ട് P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും P of n is true for all n belongs to n. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇനി ഇതിന് വേറൊരു വേർഷനും കൂടിയുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഫസ്റ്റത്തെ n = 1 ഫോൾസ് ആണ്, പിന്നെ അങ്ങോട്ടുള്ള ട്രൂ ആണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ n = n+5 കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ n-ന് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 = 1+5 6. ഇത് തെറ്റാണ്. പക്ഷേ P of k ട്രൂ ആണെന്ന്, അതായത് ഫസ്റ്റ് കേസ് ഇവിടെ തെറ്റാണ്. പക്ഷേ P of k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? k = k + 5 എന്ന് കിട്ടും. അതിനുശേഷം P of k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാനിവിടെ രണ്ട് സൈഡിലും k + 1 ആഡ് ചെയ്യുന്നു, +1 ആഡ് ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു രണ്ട് സൈഡിലും. ഇപ്പോൾ ഇതെന്തായി? ഇത് P of k + 1 ആയി. അതായത് P of k + 1-ന് ഇത് ട്രൂ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷേ ഇവിടെ ഫസ്റ്റ് കേസ് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കിയപ്പം P of 1-ന് ട്രൂ അല്ല, P of 1-ന് ഫോൾസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇവിടെ യൂസ് ചെയ്യാനേ പറ്റില്ല. അതായത് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട സാധനം എന്താ വെച്ചാൽ ആ ഫസ്റ്റ് രണ്ട് കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഫസ്റ്റത്തെ അതിന് ബേസ് കേസ് എന്ന് പറയും, ആ ബേസ് കേസ് വെരിഫൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അസംഷൻ നടത്തിയിട്ട് പ്രൂവ് ചെയ്യണം. അപ്പം മാത്രമേ ഉള്ളൂ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകുന്നുള്ളൂ. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്കത് ഈ PMI അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു കേസിൽ n = 1-ന് ഫോൾസ് ആയിരുന്നു, പിന്നെ n > 1-ന് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കണ്ടു. അപ്പം നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു. അതായത് പല മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും n ഇൻവോൾവ് ചെയ്യുന്ന പല മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഏതെങ്കിലും ചില നാച്ചുറൽ നമ്പേഴ്സിന് ഫോൾസ് ആയിരിക്കും. പക്ഷെ ഒരു പെർട്ടിക്കുലർ നമ്പർ സേ n0-ന് ശേഷമുള്ള എല്ലാ n-നും ഈ P of n ട്രൂ ആകുന്ന കേസ് വരാറുണ്ട്. അപ്പോൾ അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ ഒന്ന് മാറ്റി ഒരു പുതിയ വേർഷനിലേക്ക് മാറ്റി. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ സെക്കൻഡ് വേർഷൻ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ സേ n0 ആൻഡ് P of n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ n > n0. അതായത് P of n എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും അല്ല ഡിഫൈൻ ചെയ്യുന്നത്, n > സം n0, സം നാച്ചുറൽ നമ്പർ n0. എന്നിട്ട് ഇത് ഈ P of n സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ n-ന് n0 കൊടുത്താൽ P of n0 ട്രൂ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് P of n0 ഈസ് ട്രൂ.
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യും പി ഓഫ് കെ ട്രൂ ആണെന്ന്. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ അവിടെ നേരത്തെ കേസിൽ നമ്മൾ ദിസ് ഇസ് ഫോർ ഓൾ കെ ഇൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പക്ഷേ ഇവിടെ എല്ലാ കെയ്ക്കും അല്ല, കെ എന്നോട്ടോ അതിനേക്കാളും കൂടുതലോ ആകുന്ന നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമാണ് എടുക്കും. അതാണ് for all k greater than or equal to n naught, the truth of p of k implies the truth of p of k plus 1. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? പി എം ഐ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ്. അപ്പോഴും എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും പി ഓഫ് എൻ ശരിയാണെന്നല്ല, ആ പെർട്ടിക്കുലർ എൻ നോട്ടിനേക്കാളും കൂടുതലായിട്ടുള്ള അതോ അതിനേക്കാളും കൂടുതലായിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും പി ഓഫ് എൻ true ആയിരിക്കും. So this is principle of mathematical induction.